വെൽക്കം ടു ABCD വ്ളോഗ്. കുറേ കാലമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ട്, അതായത് ഒരു വ്ളോഗായിട്ടൊക്കെ ചെയ്തിട്ട് കുറേ കാലമായി. അപ്പോൾ നല്ലൊരു ഖത്തറിലെ നല്ലൊരു സ്പോട്ട് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നതായിരുന്നു ഇവിടെ. ദോഹയിൽ നിന്ന് ഒരു ഏകദേശം 99-100 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. ഫുവൈറത്ത് ബീച്ചിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇത്രയും നല്ല സ്ഥലം ഞാൻ കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ അത് ഭയങ്കര മിസ്സിങ് ആവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് കേട്ടോ. ഗംഭീര സ്ഥലം എന്ന് പറഞ്ഞാൽ ഗംഭീര സ്ഥലം. ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഇവിടെ രാത്രി വന്നിട്ട് ക്യാമ്പ് ഫയർ ചെയ്യലും അതുപോലെ ബാർബിക്യൂം കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് റാൻഡംലി ഇങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ മോർണിംഗ് ടൈം നോക്കട്ടെ, 6 മണിയാവണ്. ഓക്കെ, 6 മണിയാകുമ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നോക്കൂട്ടോ. അൻഫസ്, എന്താടാ നമ്മളെ ബീച്ചിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്? തണുപ്പത്ത് കഴിക്കുമ്പോൾ നല്ല രസമാവും. ഇന്നലെ രാത്രി ഭയങ്കരമായിരുന്നു. ഇന്നലെ എത്ര ഡിഗ്രി ആയിരുന്നു? ഇന്നലെ 16, 18, 15, 13. ആഹാ, ഗൂഗിള് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വരുന്നായിരുന്നു. എനിക്ക് ടോപ്പിക്കില്ല. അപ്പോൾ അല്ല എങ്ങനെ അതെ അതെ, ഞങ്ങൾ കുറേ ഞാൻ എൻ്റെ അളിയെ ആരൊക്കെ ഉണ്ടായിരുന്നു പറയും. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ മാത്രമായി. അവർക്കൊന്നും ഈ വൈബില്ലാത്ത കാരണേ. അതെ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദപ്രകാരം അവരൊക്കെ പോയി. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിസ്കരിക്കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ, ഫുള്ള് പാറയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാൻ. ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ മണലല്ലല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരിക്കലും മിസ്സിങ് നമുക്ക് തോന്നുന്നില്ല. ആക്ച്വലി അത്രയും കാം പീസ് സ്ഥലമാണ്. എൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ തന്നെ ഭയങ്കര കാം ആൻഡ് പീസായിട്ട് നമുക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാം. ഇവിടെ പിന്നെ ഇങ്ങനെ തല്ല വരണ്ട് കേട്ടോ. ഇവിടെ ഫുവൈറത്ത് ഈ ഭാഗത്താണ് ഈ ഫുവൈറത്ത് റിസോർട്ടൊക്കെ വരുന്നത്. പക്ഷെ നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് ഇവിടെ തന്നെ ഇഷ്ടംപോലെ എല്ലാം തന്നെ നല്ല സ്ഥലങ്ങളുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് മെരിക്കാന്നൊക്കെ പറയുമല്ലോ, അതേപോലത്തെ സ്ഥലമാണ്. ക്ലിഫാണ് ഇവിടുത്തെ. അത്ര തന്നെ പറയാനുള്ളൂ. ആക്ച്വലി ഇത് കാണാനാണ് കൂടുതൽ ഈ സ്ഥലം. ക്ലിഫാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് വരുന്നത്. ക്ലിഫ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഉയരം ഉള്ള സ്ഥലം. അവിടുത്തെ താഴത്തേക്ക് നോക്കിയാൽ കടൽ. നമ്മുടെ നാട്ടിൽ ക്ലിഫ് എന്നൊക്കെ പറയുമ്പോൾ വർക്കല ക്ലിഫാണ്. അപ്പോൾ അത് ആലോചിച്ചാൽ മതി. നമുക്ക് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഭാഗത്ത് നോക്കിയാൽ ബാക്കിൽ ഖത്തറിലുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള ഇവിടുത്തെ ഖത്തറിലെ ബാക്കിയുള്ള സ്പോട്ടുകളൊക്കെ നിങ്ങളൊരു പ്രൈവസിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, വെറുതെ വന്നുകൊണ്ടും കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പീസ് കാം ആയിട്ടൊക്കെ പ്രൈവസിയൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്പോട്ട് നിങ്ങൾ മിസ് ചെയ്യരുത്.
എന്തായാലും വരണം. അത്രത്തോളം പറഞ്ഞാൽ അത്രത്തോളം ഞാൻ സജസ്റ്റ് ചെയ്യാണ്. ഫുവൈറത്ത് എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് ഇങ്ങോട്ട് ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഓഫ് റോഡ് വണ്ടി തന്നെ വേണമെന്നില്ല, 4x4 വണ്ടി തന്നെ വേണമെന്നില്ല. നോർമൽ സെഡാനിൽ വന്നാലും വണ്ടി അവിടെ നിർത്തിയിട്ട് ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഈസി ആക്സസ് ആണ്. അൻഫാസ്, നമുക്ക് ചായ ഉണ്ടാക്കിയാലോ? എന്താ അവസ്ഥ? ടൈം എടുക്കുമോ? കനൽ പോയിക്കണ്. പുതിയ കനലിട്ടിട്ട് വേണം. അൻഫസ് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടുന്ന് ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചാലുണ്ടല്ലോ അതിൻ്റെ ഒരു നമ്മൾ ഫുള്ള് സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാ സാധനങ്ങളും നമ്മളെ കയ്യിലുണ്ട്. ഒരു സംഭവം നമ്മൾ ഇല്ലാതെ വന്നിട്ടില്ല. ഇനിയും ഓരോന്ന് വാങ്ങാനുണ്ട്. ഇന്നലെ വണ്ടിയിൽ കിടന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് നമ്മൾ ബെഡിൻ്റെ ഒരു കുറവുണ്ട്. കത്തിച്ചോ ഈ ചുടുക ഗ്രില്ല് ചെയ്യുക അതിൽ എക്സ്പേർട്ടാണ് അൻഫസ് ഇട്ടാ. വെറുതെ പറഞ്ഞല്ലേ, കാര്യം പറഞ്ഞല്ലേ. സൂപ്പറാണ് അതിൽ, ആ കാര്യത്തിൽ. അത് ഇന്നലെ മസാല ഇട്ട് സാധനമായിരുന്നു ബാർബിക്യൂവിന്. എങ്ങനെ? ഇത് എത്ര ടൈം എടുക്കൂടാ? ഞങ്ങൾ ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. സാറേ മോർണിംഗിൽ എത്ര ഡിഗ്രിയാന്ന് നോക്കിയേ? വ്ളോഗിൽ കാണിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയണം. അതാണ് ഇതാ 16 ഡിഗ്രിയാണ് ഇപ്പോൾ മോർണിംഗിലുള്ളത്. അൽ ഷമാൽ ഫുവൈറത്തിൽ നമ്മൾ ഷമാൽ ഏരിയ ആണല്ലേ. നിങ്ങൾ ഒരിക്കലും ഇത് എന്താണ്? ഓക്കെ. ഇതിപ്പോൾ എങ്ങനെ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് അറിയില്ല. വ്ളോഗ് കാണുന്നവർ നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് വരണം കേട്ടോ. ഖത്തറിലുള്ളവരാണെങ്കിൽ, അത് ഖത്തറിലില്ലാത്തവരാണെങ്കിൽ നാട്ടിൽ വിസിറ്റ് വരുമ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനോട് പറയാം, റഹീമിൻ്റെ വ്ളോഗ് കണ്ടിരുന്നു, ABCD വ്ളോഗ് കണ്ടിരുന്നു, ഫുവൈറത്തിൽ ഞങ്ങൾക്ക് ഫുവൈറത്തിൽ പോകണം എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളെ കൊണ്ടുവരും. അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ലൊക്കേഷന് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് സ്പെഷ്യൽ പാക്കേജ് അല്ല, നമ്മൾ നല്ലൊരു സ്ഥലം പറഞ്ഞു കൊടുക്കണ്ടേ. ഓക്കെ, പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ എന്താ പറയുക, വേസ്റ്റ് നമ്മൾ തന്നെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ട് ആക്ച്വലി. ഇതങ്ങനെ ഒരു ടൂറിസ്റ്റ് ക്ലീൻ അല്ലടാ. എങ്ങനെ? ഇല്ല. പുക വിട്ടാ? പുകണ്ട്. നല്ല തണുപ്പാണ്. എന്താണ്? എന്താ സനക്ക് നല്ല തണുപ്പുണ്ട് തോന്നുന്നല്ലേ? സനക്കല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇനി ഞാൻ സോറി, ക്യാമറ കണ്ട് തിരിക്കട്ടെ. ആ ഭാഗത്തുള്ള കുറച്ച് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ പാറയാണ്. പാറ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെ ഒരു എന്താണ്,
എനിക്കറിയില്ല ആ വേർഡ് എന്താ ഉപയോഗിക്കാമെന്ന് അറിയില്ല. ആ ഒരു സംഭവം കണ്ടിട്ട് ഇതൊക്കെ പണ്ട് കടലായിരുന്നു, കടല ഇറങ്ങിയ സ്ഥലമാണ്. ഇതൊക്കെ കടലായിട്ട് മൂടിക്കിടുന്ന സ്ഥലമാണ്. കാലങ്ങൾക്ക് മുമ്പാവാം, വർഷങ്ങൾക്ക് മുമ്പ്, 100, 200, 300, 500 കൊല്ലങ്ങൾക്ക് മുമ്പ് ആവാം. അങ്ങനെ കടൽ കയറിയ ഈ പാറയുടെ ടെക്സ്ചറൊക്കെ കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു എന്നുള്ളത്. അവിടെ ആ ഭാഗത്ത് ഇഷ്ടംപോലെ ആളുകൾ ക്യാമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടമായത് ഈ ഭാഗമാണ്. ഈ ഭാഗം ഒരു രക്ഷയില്ല. ഇതൊക്കെ ആളുകൾ വന്നിട്ട് വഴിയായിട്ടുണ്ട് ഇപ്പോൾ. ഞാൻ ക്ലിഫ് എന്ന് പറഞ്ഞത് ഈ ഒരു സംഭവം വെച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ ഇത്ര മേലെ വന്നാൽ നമുക്ക് നമ്മുടെ വണ്ടി അവിടെയാണ് കിടക്കണതാണ് നമ്മുടെ വണ്ടി. ക്ലിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇഷ്ടം ഇതുകൊണ്ട് വരുന്നതാണ്. വാവ്, എന്താ ഭംഗി! അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്, കണ്ടില്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നറിയില്ല. അത്രയും നല്ല സൂപ്പർ സ്ഥലം. നിങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം. ഓക്കെ, ഈ ഒരു ടൈം 6:15 തുടങ്ങി. എന്താ നല്ല സുഖം, നല്ല കാറ്റ്, നല്ല തണുപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ അടിപൊളിയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര ഭംഗി എന്നല്ല, ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നടക്കുമ്പോൾ കാലൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഭയങ്കര ഷാർപ്പ് എഡ്ജുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. കാലൊക്കെ കീറിക്കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ഷാർപ്പായിട്ടുള്ള സ്ഥലമാണ്, കല്ലാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ സൺറൈസാണ്. സൺ അവിടെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചുവന്ന പൊട്ട് പോലെ. നിങ്ങൾക്കിത് ക്യാമറയിൽ ഇത് കാണാൻ പറ്റില്ല. ക്യാമറയിൽ അതിൻ്റെ ആ ക്വാളിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളിവിടെ വന്ന് ആ ഒരു അത്ഭുതം എന്താ പറയുക അതിന് അറിയില്ല. അത്രയും കണ്ണിന് കുളിർമ നൽകുന്ന ഒരു സംഭവം എന്നൊക്കെ പറയുമല്ലോ, അതാണ്. ചുവന്ന പൊട്ടായിട്ട് സണ്ണതാ നിൽക്കുന്നത്. സൺറൈസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് സന? ഫോണിൽ കിട്ടുമോ? ഫോണിൽ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. സന ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ? പക്ഷെ കാണുന്നൊരു ഭംഗിയുണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് ഫോണിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴോ നിങ്ങൾക്ക് കിട്ടില്ല. അത്ര നല്ല തണുപ്പാണ്, നല്ല ക്ലൈമറ്റാണ്. അടിപൊളി ക്ലൈമറ്റ് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റാണ്. ഇതിൻ്റെ ഒരു ഭംഗി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ് എനിക്ക് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വരിക, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫോട്ടോഷൂട്ടാ അല്ലെങ്കിൽ ജസ്റ്റ് കാം ആൻഡ് ക്വയറ്റായിട്ട് വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. ക്ലിഫാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇതിൻ്റെ താഴൊക്കെ നമുക്ക് പോവാം, നമുക്ക് ഫോട്ടോസ് എടുക്കാം. വെള്ളത്തിൽ ഇറങ്ങാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് ബബിൾസാണ് ഇവിടെ ഉള്ളത് കേട്ടോ, പെബിൾസ്. അപ്പോൾ ആ ഒരു സംഭവം നോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ പോയിട്ട് ക്ലിപ്പുകളൊക്കെ എടുക്കുന്ന നേരം അൻഫസ് ഇവിടെ ഇരുന്നിട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക തോന്നുന്നു. ചായ ഉണ്ടാക്കാന്നല്ല, നമ്മളെ ചാർക്കോൾ കത്തിക്കുന്നുണ്ട്. കത്തിച്ചതിന് ശേഷം ചായ ഉണ്ടാക്കണം. ഈ ഒരു തണുപ്പത്ത് ഇവിടെ ഉണ്ടാക്കി കഴിക്കണ സുലൈമാനിക്ക് ഭയങ്കര രസമാവും എന്നൊക്കെ. വേറെ ആക്സസ് ഒന്നുമില്ല ഇവിടെ, ഷോപ്പുകൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ക്യാമ്പിങ്ങിന് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ബീച്ചിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സാധനങ്ങളായിട്ട് വരണം. പിന്നെ അവിടെ കാണുന്ന റിസോർട്ടിൽ എന്തൊക്കെയുള്ളത് അറിയില്ല, ഞങ്ങളത് ആക്സസ് ചെയ്തിട്ടില്ല.
ഭാവി ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആക്കാവുന്ന രീതിയിലാണ് അവിടുത്തെ പ്രോജക്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി അവർ ഫോക്കസ് ചെയ്യുന്നില്ല തോന്നുന്നു ആക്ച്വലി. എന്തായാലും ചായ എന്തായി, ഇതുവരെ എത്തി? ഇതായി സന ചായയുടെ കാര്യങ്ങൾ. ആർക്ക്? സനക്കാ? സനക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയിച്ചിട്ടാ ചായ തിളച്ചും കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അൻഫസാണ് കേട്ടോ മെയിന്, ഞാനല്ല. ഗ്രില്ലിങ്, കുക്കിങ് അല്ല ഗ്രില്ലിങ്, ഈ ചാർക്കോളുമായി ബന്ധപ്പെട്ടതൊക്കെ അൻഫസാണ്. വെറുതെ പറഞ്ഞ സനക്ക് ചായ ഉണ്ടാക്കാൻ അറിയാന്ന്. വ്ളോഗിന് വേണ്ടി പറഞ്ഞതാണ് ഗൈസ്, നിങ്ങളാരും വിശ്വസിക്കരുത് എന്നൊക്കെ. എന്താ ഞാൻ അങ്ങനെ പറയുന്നില്ല, നല്ല കണ്ട ആരായാലും മുഖത്ത് നോക്കി പറഞ്ഞു. ഈ 16 ഡിഗ്രിയിൽ ഇരുന്നിട്ട് 16 ഡിഗ്രി ഇരുന്നിട്ട് നല്ല കട്ടൻ ചായ, അതുപോലെ നല്ല റോസ്റ്റഡ് ബ്രെഡും. അത് നോക്കടാ. ദുബൈയില് ചെറിയ ഫുഡ് സെർവ് ചെയ്യുന്ന ആളാ. സെർവ് ചെയ്തിട്ട് ഓന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. പറയും ഭയങ്കര രസമാണ്. ഭയന്നെ തോന്നുന്നു. ഗൈസ് എനിക്ക് ആൻഫസ് തന്ന ബ്രെഡാണിത്. ഓര് നല്ലത് എടുത്തു, ഓന് സനി നല്ലത് എടുത്തിട്ട് ഇക്ക് തന്നിക്കണ ഈ കരിഞ്ഞ സാധനം തന്നിട്ട് എന്നെ പറ്റിക്കാൻ. ഗൈസ് ഇനി ഞങ്ങൾ കല്ല് പെറുക്കാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ അടിപൊളി പെബിൾ സ്റ്റോൺ കിട്ടും. എടുത്തു പോരെ. അങ്ങനെ പെബിൾ സ്റ്റോൺസ് പെറുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കുകയാണ്. ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ തന്നെ ഈ പെബിൾ സ്റ്റോൺ ആണ് കേട്ടോ. ഖത്തറിൽ വേറൊരു ബീച്ചിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്, ഈ ഒരു പെബിൾസ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങുവാനും ബുദ്ധിമുട്ടാണ്. ഇറങ്ങിക്കോ. ഞാൻ ആവശ്യമുള്ള കല്ല് പെറുക്കിക്കോ. നമ്മുടെ നാട്ടിൽ കിലോന് 200 രൂപ വരുന്ന കല്ലാണിത്. ആര് പറഞ്ഞു? ആരാണ് സഫർ? യെസ്, മൂപ്പര് ഇന്നലെ ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. അപ്പോൾ അവന് പറഞ്ഞാണ് 200 രൂപയാണ് ഈ കല്ലിൻ്റെ വില എന്നുള്ളത്. ഇത്രയും നല്ല സുന്ദരമായൊരു സ്ഥലം ഉണ്ടായിട്ട് നിങ്ങളിപ്പോഴും ഈ റീലും യൂട്യൂബും കണ്ടിരിക്കുന്നവരോടാണ് ഞാൻ പറയാനുള്ളത്, നിർബന്ധമായിട്ട് നിങ്ങൾ വരിക, എക്സ്പ്ലോർ ചെയ്യുക. എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര മിസ്സിങ് ആവും. നിങ്ങളിത് വന്ന് ആസ്വദിക്കുക. ഓക്കെ, അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ വെറുതെ തള്ളി വിടുകയല്ല, സീരിയസ് ആയിട്ട് പറയാണ്.
നിങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാതെ ഇരിക്കരുത്. ഓക്കെ, നിങ്ങളിത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂട്യൂബ് വീഡിയോ ആയിട്ട് ഇടുന്നത്. ഞാൻ അങ്ങനെ ഫ്രീക്വൻ്റ്ലി യൂട്യൂബ് വീഡിയോ ഒന്നും ചെയ്യാറില്ല, പക്ഷേ ഹെൽപ്പ് ആവണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള വീഡിയോ ആണ് ഞാൻ യൂട്യൂബ് വീഡിയോ ആയിട്ട് ഇടാറുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് വ്ളോഗ് ചെയ്യുന്നത്. അത്രയും സുന്ദരമായൊരു സ്ഥലം നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അത് എന്തായാലും നിങ്ങൾ കൺസിഡർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൻ്റെ അടിയിൽ ഞാൻ മെൻഷൻ ചെയ്യാം. ആൻഡ് ഫസ്റ്റ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയടാ, എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ജെന്യൂനായിട്ടുള്ള അഭിപ്രായം ഒരു മിനിറ്റിൽ ഒന്ന് പറയും. ഇതിനെ പറ്റിയിട്ട്, ബീച്ചിനെ പറ്റിയിട്ട്, ഫുവൈറത്ത് ബീച്ച് നമ്മൾ ഇന്നലത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇവിടെ കല്ലാണ്, വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം കുറച്ച് അപ്പുറത്താണ്. ഇവിടെ എങ്ങനെ നമുക്കിങ്ങനെ നല്ല പാറകളും ഒക്കെ ആയിട്ട് നല്ല രസം കാണാൻ തന്നെ പ്രത്യേകമായിട്ട്. വെള്ളം ഭയങ്കര അത്ര മതി. അതാണ് വെള്ളത്തിൻ്റെ പ്രത്യേകത, അത് എടുത്ത് പറയേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്നാലും വീഡിയോയിൽ കുറച്ചും കൂടെ ദീർഘമായിട്ട് പറയാന്ന് വിചാരിച്ചു. അത്രയും ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയാം. ആ അതെ, സാധനത്ത് എന്തൊക്കെ പെറുക്കി കൊടുത്തിട്ടുണ്ട്. ഇതെന്താ? സീഷെൽസ്. യാ, ആ എങ്ങനെയാടാ? എന്താ ഷോക്സ് ഷൂട്ടിട്ട് ഇറങ്ങല്ലേ നല്ലത്? ഞാൻ ഷൂ ആണ് റെക്കമെൻഡ് ചെയ്യണത്. ഷൂ ഇട്ടിട്ട് ഇറങ്ങാം. ഷൂ നനഞ്ഞോട്ടെ, വേറെ ഷൂ ആയിട്ട് വന്നാൽ മതിയല്ലോ. അപ്പം നമ്മളിപ്പോൾ ചെരുപ്പും ഷൂവും ഒക്കെ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടില്ലേ, അതേപോലെ വന്നാൽ മതിയല്ലോ. അത് നമ്മളിത് പറഞ്ഞു കൊടുത്താലാണ് ആളുകൾക്ക് അങ്ങനെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അതെല്ലാം എക്സ്ട്രാ എടുക്കുക. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു വൈബ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കെടാവണ്ടി പോരും മറ്റൊരു പോരുമല്ലോ. കെടാവണ്ടി അപ്പം നിർത്തിയിട്ട് വേണം നടന്നിട്ട് വരാൻ. ഒരു 200 മീറ്റർ നടക്കാണ്ട്. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ ഒക്കെ കൊണ്ട് ഇവിടെ ഒന്ന് നിർത്തിയുമായി നിർത്തിയിട്ടൊക്കെ വരാം. ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. കാരണം കെടാവണ്ടി ആകുമ്പോൾ ഓഫ് റോഡാണ്, അത് തട്ടാൻ ചാൻസ് ഉണ്ട്. അത് മെല്ലെ മെല്ലെ വരണം. ഞങ്ങൾ ഇതിൻ്റെ മുമ്പൊക്കെ വന്നിട്ടുള്ള സെഡാൻ വണ്ടി ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ ഇതുള്ളതുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇരിക്കുമ്പോ വേറെ ലാംഗ്വേജ് കൂടി വണ്ടി കൊണ്ട് പോകും. അപ്പൊ നമുക്കൊരു ആഗ്രഹം, നമുക്ക് അങ്ങനെ ഈ കൊല്ലം ഞങ്ങൾ എന്തെല്ലാം സാധിച്ചിരിക്കുന്നത്. രാത്രി പോയതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വ്ളോഗ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങളോട് ഞാൻ ഉടനീളം ഈ വീഡിയോയിൽ 10 മിനിറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ഇവിടെ വരിക, എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങൾ എൻജോയ് ചെയ്യുക. ക്യാമ്പിംഗ് ആയാലും, ക്യാമ്പിംഗാണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യണത്. വന്ന് കണ്ടു പോകണക്കാട്ടി അപ്പുറത്തേക്ക് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. രാത്രി ഉള്ള ഈ കടലിൻ്റെ വേവിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് കിടന്ന് ഉറങ്ങാൻ ഭയങ്കര ഭംഗി, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, എനിക്ക് പറഞ്ഞ് അത് മനസ്സിലാക്കി തരാൻ എനിക്ക് പറ്റുന്നില്ല. അത് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുക. വീണ്ടും അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. അടുത്ത വ്ളോഗ് എന്താണെന്നൊന്നും അറിയില്ല. അടുത്ത വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും എന്താ പറയണ്ടത്? ഇൻഷാ അല്ലാ. ഓക്കെ, അടുത്ത വ്ളോഗ് എന്താ അറിയില്ല. നമ്മൾ ഇതേപോലത്തെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല, ക്യൂരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.